എല്ലാവർക്കും സുഖമാണോ? ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എന്താണ് നാഗാത്തമ്മൻ കോയിലിട്ടാ, എന്താ പറയുക, നാഗദൈവങ്ങളുടെ കുത്തിൽ പോയിട്ട് പാലൊഴിക്കാനായിരുന്നു പോയത്. അപ്പോൾ ഞാൻ പോയപ്പോൾ രാവിലെ തന്നെ നേരത്തെ ഒരു 5 മണിയാകുമ്പോൾ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഭക്ഷണത്തിന് മുട്ടക്കോസ് ഉപ്പേരി ചെയ്യാമെന്ന് വെച്ചിട്ട് വേറെയൊക്കെ ഉണ്ട്. മുട്ടപ്പുളിയുണ്ട്, പിന്നെന്താണ് നങ്കിമീൻ, എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ മാന്തൾ പറയും, നങ്കിമീൻ പറയും. ഞങ്ങളുടെ അവിടെ ഈ പാലക്കാട്ടിലൊക്കെ നങ്കിമീൻ എന്നാ പറയാട്ടാ. അപ്പോൾ അങ്ങനെ അത് മുട്ടപ്പുളിയുണ്ട്, നങ്കിമീൻ കറിയല്ല വറുത്തതുണ്ട്, പിന്നെന്താവണമുള്ളത്, പിന്നെ മുട്ടക്കോസ് ഉപ്പേരി ചെയ്യാൻ പോകും. മുട്ടക്കോസ് ഉപ്പേരിക്ക് റെഡി ആയിട്ടുണ്ട്. എന്താ അതിങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് മുട്ടക്കോസ് ഉപ്പേരി. അതിൽ ചെറിയ ഒരു പച്ചമുളക് 2 അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് കാണുന്നുണ്ടോയെന്നറിയില്ല. ചുവപ്പ് മുളകാണ്, പച്ചമുളകല്ല ചുവപ്പ് മുളക്. അത് പഴുത്തു. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. പിന്നെ അതിനുള്ള ഉള്ളികളൊക്കെ അവിടെ അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഇന്ന് രാവിലത്തെ വീഡിയോ. പിന്നെ എന്താ പറയാമെന്ന്, എത്ര നല്ല വീഡിയോ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇട്ടാലും എനിക്ക് വ്യൂസ് ചെയ്യുന്നില്ല. എന്താ പറയുക, എനിക്കങ്ങനെ അറിയൊന്നുമില്ല, എങ്കിലും പറയാൻ വെറുതെ ഓരോ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഇട്ടാലും അതുപാട്ടിന് നല്ല വ്യൂസ് കിട്ടും. പക്ഷെ എനിക്ക് മാത്രം ഒന്നും കിട്ടില്ല. അങ്ങനെയല്ലേ? അതാണ് അതിൻ്റെ സത്യം അല്ലേ? പക്ഷെ ചിലവർ എന്തെല്ലാം പറഞ്ഞിട്ട് ഓരോ വീഡിയോ പിന്നെ എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് യൂട്യൂബിൽ വരുന്നത്. അപ്പോൾ ചെറിയ വീഡിയോകളൊക്കെ തന്നെ ഇടാൻ പറ്റുള്ളൂ. എങ്കിലും അതൊന്ന് കുറച്ചും കൂടി വ്യൂസ് ആകണ്ടേ. ഒന്നിട്ടാൽ ഒരു വ്യൂസും കൂടി കിട്ടുന്നില്ല. അതിന് അങ്ങനെ തന്നെ കിടക്കണം. അതേ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഇൻട്രസ്റ്റേ ഇല്ല. പിന്നെന്താ ചെയ്യുക, ഇടും. ഒരു വീഡിയോ റീച്ചായാൽ ഒരു വീഡിയോ റീച്ച് ആവില്ല. അപ്പോഴേക്കും വ്യൂസ് വാച്ച് ഓവർ എല്ലാം കമ്മിയായി വരുള്ളൂ. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റേ ഇല്ല. അപ്പോൾ ഇങ്ങനെ പോയി വേറെ വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റില്ല. ഇത്രയൊക്കെ തന്നെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നത്. അപ്പോൾ രാവിലെ എണീച്ച് അമ്പലത്തൊക്കെ പോയിട്ട് വന്നിട്ട് ഇന്ന് സൺഡേ, ഇന്ന് വൈകുന്നേരം എന്താ പറയുക, ഇവിടെ ഒരു കറുപ്രായൻ അമ്പലമുണ്ട്, ആ കോവിലുണ്ട്, അവിടെയും പോകണം. അപ്പോൾ ഇന്ന് ചിക്കനും മീനൊന്നും സൺഡേ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചിക്കനും മീനൊന്നും കഴിച്ചിട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സ് പറയുന്നു. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരില്ലേ, ഈ തമിഴ്നാട്ടിൽ നമ്മുടെ അവിടെയൊന്നും അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇല്ലേ, അമ്പലത്തിൽ കുളിക്കാതെ പോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ അവിടെ ഈ ഭക്ഷണങ്ങളൊക്കെ വെക്കാനായിട്ട് അവിടെ അന്നദാനം അതും ഇതൊക്കെ കൊടുക്കും. അന്നദാനം പറഞ്ഞാൽ അങ്ങനെയല്ല, ചെറിയൊരു ബൗളിൽ ലെമൺ ചോറോ അല്ലെങ്കിൽ പുളിച്ചോറോ അങ്ങനെയുള്ള ഓരോ സാധനങ്ങളാണ് എന്തെങ്കിലും കൊടുക്കും. ഈ മാസം 30 കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളി തൊലിച്ചു കൊണ്ടിരിക്കും ഓരോ അങ്ങനെയൊക്കെ. പക്ഷെ രാവിലെ ഇല്ലേ, എനിക്ക് അതാണ് ഒരുപാട് കഷ്ടം. രാവിലെ കുളിക്കാതെ അമ്പലത്തിൽ പോകും. ആ അമ്പലത്തിന് നമ്മൾ എന്തിനാണ് പോകുന്നത്? ഒരു എനർജി, ഒരു പോസിറ്റീവ് എനർജി നമ്മൾ കിട്ടും. എന്താ തന്നെ ആയാലും നമ്മൾ മനസ്സ് ശുദ്ധിയല്ല എങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊന്ന് കുളിച്ചിട്ടെങ്കിലും പോകണ്ടേ, ശരീരമെങ്കിലും ശുദ്ധമാകണ്ടേ. ഇത് പല്ല് തേച്ചും കൊണ്ട് ഈ തമിഴന്മാർ പല്ല് തേച്ച് മുഖവും കഴുകിയും കൊണ്ട് അങ്ങനെ പോകുന്നേ. പിന്നെ അങ്ങനെ പോയി പറഞ്ഞാൽ പിന്നെ അമ്പലത്തിൽ പോകണത് പിന്നെ എന്തിനാണ്? പിന്നെ ഇത് അങ്ങനെ എന്താ പറയുക, ശിവൻ്റെ അമ്പലവും എന്താണ് ദേവീക്ഷേത്രമൊന്നുമല്ല. കറുപ്പസ്വാമി അങ്ങനെയുള്ള അമ്പലമൊക്കെ അല്ലേ.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകാം എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു ഏട്ടനും കൂടെ തന്നെ അവരോട് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ പറഞ്ഞു. അവർ വൈഫ് അങ്ങനെ പറഞ്ഞു, കുളിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവിടെ പാത്രം കഴുകാനും ഇങ്ങനെ അടിച്ചു തുടയ്ക്കാനൊക്കെയല്ലേ പോകുന്നത്. എന്നാലും ആ അമ്പലത്തിൻ്റെ ഉള്ളിലല്ലേ പോകുന്നത്, വെളിയിലൊന്നും അല്ലല്ലോ, ഇതിൻ്റെ ഉള്ളിൽ. എനിക്ക് അങ്ങനെ ഒരു ഷോക്കായി ഇതൊക്കെ കേട്ടിട്ട്. എന്നിട്ടും കൂടെ അവർ ഭക്ഷണം വെച്ചതും കൂടി എനിക്കത് പിടിക്കുന്നില്ല. പക്ഷെ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഇതുണ്ടാവുമല്ലോ, അത് അങ്ങനെ ചെയ്യണ്ടേ. ഇത് അങ്ങനെ വിളിച്ചിട്ട് എന്നിട്ട് ഞാനും ഉച്ചക്ക് പോയിട്ട് കുളിക്കണം, വീട്ടിൽ പോയിട്ട് കുളിക്കണം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യന്മാരുണ്ടോ? രാവിലെ ഒന്ന് കുളിച്ചിട്ടും കൂടെ പെക്കൂടെ? അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഞാൻ പിന്നെ എന്തായാലും ഇപ്പോൾ രാവിലെ നാഗാത്തമ്മ കോയിലിൽ പോയിട്ട് വന്നു, വിളക്ക് വെച്ചിട്ട് വന്നു. അപ്പോൾ അങ്ങനെ പോകാൻ പറഞ്ഞാണ് അവരെന്നെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും പോകണം. ഇനിയിപ്പോൾ ഇവിടെ ഈ കറുപ്പസ്വാമിയുടെ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് തന്നെയാണ്. അപ്പം ഇന്ന് വൈകുന്നേരം 1 മണിയാകുമ്പോൾ വരാനൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ അങ്ങനെ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും പോയിട്ടൊന്ന് അവിടെ ഒന്ന് പൂജിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നാണ്. പോകാം. അപ്പോൾ ഇന്ന് ചിക്കനും മീനൊന്നും ഞാനെടുത്തില്ല. ചിക്കനും മീനൊക്കെ കഴിച്ചിട്ട് പോകാനാണ് പറഞ്ഞത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, വന്നോ പറഞ്ഞു. അയ്യോ, എൻ്റെ മനസ്സ് അങ്ങനെ തോന്നണ്ടേ, എൻ്റെ മനസ്സിലേക്ക് നമ്മൾ അമ്പലത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇത് കിട്ടാനല്ലേ നമ്മൾ പോകുന്നത്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ആർക്കും ഒരു ശുദ്ധമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ചിക്കനും മീനും എല്ലാം കൂടെ കഴിച്ചിട്ട് പിന്നെയും പോകണം. പിന്നെ എന്തിനാ അമ്പലത്തേക്ക് പോകുന്നത്? ഇവിടുത്തെ ഓരോ ആൾക്കാർ പക്ഷെ പറയുന്നത് കേട്ടാലോ, വെള്ളിയാഴ്ച ചൊവ്വാഴ്ച വെള്ളിയും ചൊവ്വയൊക്കെ നോക്കും. പിന്നെ വീട് അടിക്കുകയും തുടങ്ങുകയും ചെയ്താൽ പിന്നെ മുട്ടയും മീനും ഇറച്ചിയും മീനും ഉള്ളിലേക്ക് കൊണ്ടുവരില്ല. ഇതാണ് ഇവിടുത്തെ. പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ കുളിക്കാണ്ട് പോവുക. എനിക്കിപ്പോൾ അതാണ് എനിക്ക് അതിശയമായിട്ട് ഉള്ളത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കുളിക്കാതെ പോവുക. വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അടിക്കലും തുടയ്ക്കലും. മുട്ട കൊണ്ടുവരാൻ പറ്റില്ല, മീൻ കൊണ്ടുവരാൻ പറ്റില്ല, എന്താ പറയുക, ഉണക്കമീൻ വെക്കാൻ പറ്റില്ല, മണം വരാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങളെ. മറ്റുള്ളവരുടെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, വെള്ളിയാഴ്ച അതാണ് ഇതാണെന്ന്. എന്നിട്ടോ ആ രാവിലെ കുളിക്കണ്ട. രാവിലെ ചൊവ്വയും വെള്ളിയും തല കഴുകുള്ളൂ. പിന്നെ മേല് കഴുകിട്ട് അതും കൂടി കഴുകാണ്ടാണ് അമ്പലത്തേക്ക് പോകണമെന്ന്. ഒരു രാവിലെ എണിച്ചിട്ട് 4 മണിക്ക് 5 മണിക്ക് അമ്പലത്തേക്ക് പോകണം. അവിടെ അടിക്കലും തുടയ്ക്കലും കൂട്ടലും കഴുകലാണ്. എന്ത് തന്നെയായാലേ അതൊരു അമ്പലം തന്നെയല്ലേ. ഇതൊക്കെയാണ് ഇവിടെ എന്താ പറയുക, മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവരും ആകും, ഉള്ളിൻ്റെ ഉള്ളിൽ വെറും കെട്ടവരാണ്. എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. എനിക്ക് പിടിച്ചിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, എൻ്റെ പേരിൽ തെറ്റാണെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എനിക്കതൊരു അതിശയമായിട്ട് ഞാനങ്ങനെ പറഞ്ഞാണ്. അപ്പോൾ എൻ്റെ കറികൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു, എൻ്റെ കറി അവിടെ വെന്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് നോക്കണ്ടേ. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരേക്ക് ഓക്കെ, ബൈ.